നമസ്കാരം. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മാളവ്യ രാജയോഗം സംഭവിക്കുന്നതാണ്. ഈ യോഗം സമ്പത്ത്, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ, ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതാകുന്നു. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് വരുന്ന 2 ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സമയം തന്നെയാണ്. ഏപ്രിൽ 7, 8 എന്നീ 2 ദിവസങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരാം. അപ്രതീക്ഷിതമായ ചില സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ, പരമശിവനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ഉത്സാഹകരമായ വാർത്തകൾ ഈ 2 ദിവസങ്ങളിൽ കൂടുതലായും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ആഗ്രഹിച്ചിരുന്നതായ പല നേട്ടങ്ങളും ഈ സമയം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശ്രദ്ധേയമായ വിജയങ്ങൾ നേടുവാൻ സാധ്യത ഇവർക്ക് വളരെയധികം കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിലും തൊഴിൽപരമായ ജീവിതത്തിലും ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അതല്ല മറ്റ് സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടും പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. ചെലവുകൾ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നതായ സമയമാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കാനും പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. അനുകൂലമായ ചില കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുവാൻ, അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പൊതുവിൽ സമാധാനം വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ചെലവഴിക്കാൻ, അത് കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടുതലായും വന്ന് ഭവിക്കാം. പൊതുവിൽ ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് അല്പം കൂടുതലായും ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുരോഗതി ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് വന്ന് ഭവിക്കുക. ബിസിനസ് പരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിപണിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പല വ്യക്തികളുടെയും സഹായം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. നിങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ്. കൂടാതെ പല പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാനസികപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാനസികപരമായി പല കാര്യങ്ങളിലും തൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായും ബിസിനസ് പരമായും ഈ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിവാഹിതരല്ലാത്ത വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
വളരെ കാലമായി നിങ്ങൾക്ക് അനുകൂലമായ ആലോചനകൾ വരുന്നില്ല എങ്കിൽ ഇപ്പോൾ വിവാഹിതരല്ലാത്ത വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. കാരണം കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നു ചേരാം. മുൻപത്തെ അപേക്ഷിച്ച് ഈ 2 ദിവസങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരും. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ തേടിയെത്താം. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ കടന്നു വരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഈ സമയം നിങ്ങൾക്ക് കടന്നു വരാവുന്നതുമാണ്. ഗുണകരവും മറ്റുള്ളവർക്ക് ഫലപ്രദവുമായ ചില കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്തു നൽകുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾ കൂടുതലായും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ, ആരോഗ്യ പുരോഗതി പോലും വന്നു ചേരുന്നതായ സമയമാണ്. ഭാഗ്യം ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും തുണയ്ക്കുന്നതുമാണ്. ഈ സമയം പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, സന്തോഷകരമായ നിമിഷങ്ങൾ അഥവാ ശുഭവാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുന്നതായ സമയമാണ്. വലിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും വലിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാകുന്നു. സ്വാധീനമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വൈകിപ്പോയതായ പല കാര്യങ്ങളും ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ തേടിയെത്തുന്നതായ സമയം കൂടിയാകുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വികസിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഖ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ ചില ആഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാകുന്നു. പ്രധാനമായും ശുഭകരമായ ചില വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും അപ്രതീക്ഷിതമായി കടന്നു വരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം വളരെ അനുകൂലമായ കാര്യങ്ങൾ പൊതുവിൽ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഈ സമയം പ്രധാനമായും ശ്രദ്ധേയമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതായ സാഹചര്യം, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള പല പ്രശ്നങ്ങൾ തരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ ചില യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കുള്ള സാധ്യതകളും കൂടുതലാണ്.
പലവിധ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. ആ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല പ്രശ്നങ്ങളും ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആഗ്രഹിക്കുന്നതായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം കൂടി അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചില തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യത വർദ്ധിക്കുകയും ചെയ്യാം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്.